നമുക്കിന്ന് കപ്പലിൽ ഒരു പഴയ ആങ്കർ ചെയിൻ മാറ്റിയിട്ട് പുതിയ ആങ്കർ ചെയിൻ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് കണ്ടാലോ. നോർമലി കപ്പൽ വന്ന ഉടനെ തന്നെ ഡോക്കിൽ പഴയ ആങ്കറും ആങ്കർ ചെയിനൊക്കെ എടുത്തിട്ട് ഊരിയിടും. അങ്ങനെ ഊരിയിട്ട് കഴിഞ്ഞ് പിന്നെ ആങ്കർ ഫിറ്റ് ചെയ്യേണ്ട സമയമാകുമ്പോൾ ഈ കാണുന്ന ഒരു ഹോൾ ഉണ്ടല്ലോ, അതിന് പറയുന്ന പേരാണ് ഹോസ് പൈപ്പ്. അതിലൂടെ അവരൊരു വയർ കടത്തി വിടും, അവരെ ക്രെയിൻ യൂസ് ചെയ്തിട്ട്. ഈ വയറിൻ്റെ മറ്റേ അറ്റം ആങ്കർ ചെയിനിൻ്റെ അറ്റായിട്ട് കണക്ട് ചെയ്യും. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ക്രെയിൻ യൂസ് ചെയ്തിട്ട് ആ ചെയിൻ ആ ഹോളിലൂടെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കും. അങ്ങനെ ഉള്ളിലേക്ക് എത്തി ഹോസ് പൈപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആങ്കർ ചെയിൻ പിന്നെ നമ്മൾ സാധാരണ ലാഷ് ചെയ്യുന്ന പോലെ അത് കെട്ടിവെക്കും, താഴത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് ജിപ്സിയിലൂടെ ആങ്കർ ജിപ്സിയിലൂടെ കണക്ട് ചെയ്തിട്ട് വിഞ്ച് വെച്ച് ഹീവ് ചെയ്യും. ആ ചെയ്യുന്ന പ്രോസസ്സ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം. ഈ കാണുന്ന അത്രയും ചെയിൻ നമുക്ക് കപ്പലിനുള്ളിലേക്ക് കയറ്റിയെടുക്കണം. അത് കഴിഞ്ഞ് അവരെ ക്രെയിൻ യൂസ് ചെയ്തിട്ട് ചെയിൻ മുകളിലേക്ക് കയറ്റി കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനിൽ ആങ്കർ ചെയിൻ സെക്യൂർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നേരെ അത് ജിപ്സി വീലിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കും. ഈ കാണുന്ന ചെയിനിനെ മുകളിലേക്ക് വലിച്ചെടുക്കാൻ യൂസ് ചെയ്യുന്ന ഒരു വീലിന് പറയുന്ന പേരാണ് ജിപ്സി വീൽ. അങ്ങനെ അതിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കപ്പലിൻ്റെ വിഞ്ച് യൂസ് ചെയ്തിട്ട് ചെയിൻ ലോക്കറിലേക്ക് ഇടും. ഇതിലാണ് ചെയിൻ, എല്ലാ ചെയിനും വന്ന് കിടക്കുന്ന ഒരു സ്ഥലം. ഇതിനാണ് ചെയിൻ ലോക്കർ എന്ന് പറയുക. അങ്ങനെ ചെയിൻ വന്നു കഴിഞ്ഞാൽ ആങ്കർ വിടുമ്പം ഫുള്ളായിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഈ ചെയിൻ കെട്ടിയിടണ്ടേ. അങ്ങനെ കെട്ടിയിടുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ പറയുന്ന പേരാണ് ബിറ്റർ എൻഡ്. ഇങ്ങനെ ഈ കാണുന്ന പൊസിഷനിൽ ബിറ്റർ എൻഡിൽ ആങ്കറിൻ്റെ ചെയിനിൻ്റെ അറ്റം സെക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ആങ്കർ ചെയിൻ ഫിറ്റ് ചെയ്യുന്ന പണി കഴിഞ്ഞു. ഇനി നമ്മുടെ വിഞ്ച് യൂസ് ചെയ്തിട്ട് ആങ്കർ ഹീവ് ചെയ്യുക. അങ്ങനെ ഈ കാണുന്ന പോലെ ആങ്കർ ഹീവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ചെയിനും വന്ന് ചെയിൻ ലോക്കറിൽ കിടക്കും. അങ്ങനെ നമുക്ക് ഒരു കപ്പലിൽ പുതിയ ആങ്കറും ചെയിനും എങ്ങനെ ഫിറ്റ് ചെയ്യാന്നുള്ളത് കാണാൻ പറ്റി.